1960 ശേഷം ധാരാളം ആളുകൾ ഗൾഫിലോട്ട് പോയി. അവരൊക്കെ നന്നായിട്ട് പൈസ നമുക്ക് നാട്ടിലേക്ക് അയച്ചു തരുമായിരുന്നു. പിന്നെ അവരൊക്കെ ഇപ്പൊ തിരിച്ചു വന്നവരുടെ മക്കളൊക്കെ വിദേശ രാജ്യങ്ങളായിട്ടുള്ള ജർമ്മനിയിലോട്ടോ UK കാനഡയിലോട്ടോ ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും ഈ പേരൻസും അവരോടൊപ്പം തന്നെ അങ്ങോട്ട് തന്നെ പോകും. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നാട്ടിലെ ആള് ഒഴിയുന്ന സംഭവം പറയാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. അതല്ല കാര്യം. നമുക്ക് ഈ രാജ്യങ്ങളിലെ ഒരു പ്രത്യേക കൾച്ചറിനെ പറ്റി ഇന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. അതിന്റെ പേരാണ് മിനിമലിസം എന്ന് പറയുന്നത്. നമ്മൾ മലയാളികൾക്ക് അധികം പരിചയമില്ലാത്തൊരു ടേമാണ് മിനിമലിസം. വിദേശ രാജ്യങ്ങളായിട്ടുള്ള UK, ജർമ്മനി, ഓസ്ട്രേലിയ, പിന്നെ കാനഡ, അമേരിക്ക, ഈ രാജ്യങ്ങളിലൊക്കെ ഒരു നല്ല ശതമാനം ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇതെന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുക, പിന്നെ ആർഭാടങ്ങൾ അധികം കാണിക്കാതിരിക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ ഒരു സത്ത എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. നമ്മൾ മലയാളികൾ ഒരു വീട് വാങ്ങുമ്പോഴെങ്ങനെയാണ്, അല്ലെ വീട് വയ്ക്കുമ്പോഴെങ്ങനെയാണ്, നമ്മൾ അയൽവക്കത്തെ വീടൊക്കെ ഒന്ന് നോക്കും. എന്നിട്ട് അതിനെക്കഴിഞ്ഞും കുറച്ചുകൂടെ വലുത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ആകർഷകമായ രീതിക്ക് നമ്മൾ പണിയും. അല്ലെങ്കിൽ നമ്മൾ വീട് വിദേശ രാജ്യങ്ങളിൽ വാങ്ങിക്കഴിയുമ്പോഴേക്കും എങ്ങനെയാണ്, നമുക്കൊരു കുട്ടിയേ ഉള്ളൂ അല്ലെങ്കിൽ 2 കുട്ടികളെ ഉള്ളൂ എങ്കിലും ഒരു 5 മുറിയുള്ള വീടെങ്കിലും നമുക്ക് വേണ്ടേ, കാരണം അവരൊക്കെ വളർന്നു വരുമല്ലേ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ നമ്മൾ വാങ്ങാറുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ മിനിമലിസത്തിന് എതിരായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ടോപ്പിക്സ് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഈ ഗ്രോസറി പർച്ചേസ് തന്നെ നോക്കാം. നമ്മൾ ഈ ഗ്രോസറി വാങ്ങിക്കഴിയുമ്പോഴേക്കും സാധാരണ എങ്ങനെയാണ്, കോസ്കോയിലോ നോഫ്രിൽസിലോ, ഇതൊക്കെ ഇവിടുത്തെ ഓരോ സ്റ്റോറുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നാട്ടിൽ സൂപ്പർ മാർക്കറ്റിന്റെ കാര്യം ഉദ്ദേശിച്ചാലും മതി. നമ്മളിങ്ങനെ ഈ ഷോപ്പിംഗ് കാർട്ടുമായിട്ട് ഇങ്ങനെ ഓരോ ഐലൻഡിൽ കൂടെ ഇങ്ങനെ പോയി കഴിയുമ്പോഴേക്കും അവിടെ പല പല സാധനങ്ങളും ഇരിക്കും. നമ്മളെല്ലാ സാധനങ്ങളും പെറുക്കി ഇതിനകത്തോട്ടിടും. അത് കഴിഞ്ഞിട്ട് ബില്ല് അടയ്ക്കാൻ നോക്കി കഴിയുമ്പോഴേക്കും നല്ല പൈസ ആയിരിക്കും. നമ്മൾ ഇതിന്റെ ഒന്നും വിലയൊന്നും നോക്കുന്നുണ്ടാവില്ല. അപ്പൊ അതിനുവേണ്ടി ഒന്നാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പോവുക. അപ്പം നല്ല ലിസ്റ്റ് ഉണ്ടാക്കി പോവുകയാണെങ്കിൽ നമ്മൾ ആ ലിസ്റ്റിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്ത് വാങ്ങാം. രണ്ടാമത്തെ കാര്യം നമ്മുടെ കാറിന്റെ കാര്യമാണ്. കാറൊക്കെ ന്യൂ ഇമിഗ്രൻസ് ആയിട്ടൊക്കെ ഇവിടെ വരുന്നവരെ നമ്മൾ വാങ്ങുന്നത് നമ്മുടെ കമ്മ്യൂട്ടിങ് സൗകര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങുക. പ്രധാനമായിട്ടും നമ്മുടെ ജോലിയൊക്കെ കിട്ടുന്നത് നമ്മുടെ വീടിനടുത്തൊക്കെ ആണെങ്കിൽ ഒരു കാറിന്റെ ആവശ്യം ആദ്യമില്ല, കുറച്ച് കഴിഞ്ഞ് വാങ്ങണം. കാരണം തണുപ്പൊക്കെ ആയി കഴിയുമ്പോഴേക്കും വാങ്ങേണ്ടി വരും. യൂസ്ഡ് കാർ വാങ്ങിയാലും കുഴപ്പമില്ല. പക്ഷെ യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ $2000 $3000 ഒക്കെ കാറ് വാങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അത് നമുക്ക് റിപ്പയറിങ് അല്ലെങ്കിൽ ഇത് മൊത്തം പോയി കഴിഞ്ഞ ശേഷം ഇതിനെ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി അതിലും കൂടുതൽ പൈസയാകും. എന്നാൽ ഡീസെന്റ് ആയിട്ടുള്ള ഒരെണ്ണം വാങ്ങുക. പിന്നെ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള കാർ വാങ്ങി കഴിയുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BMW, ബെൻസ് ഒക്കെ വാങ്ങി കഴിയുമ്പോഴേക്കും അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ അധികമാണ്. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. കാരണം എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി റിപ്പയർ ചെയ്തിട്ട് നല്ല പൈസയാവും. ഇപ്പൊ ടൊയോട്ട പോലുള്ള കാറുകളൊക്കെ ആണെങ്കിൽ അധികം എക്സ്പെൻസ് വരുന്നില്ല, നമ്മുടെ നാട്ടിലെ മാരുതി പോലെ. 2017 കാനഡയിൽ വന്നപ്പോഴേക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. വഴി സൈഡിലൊക്കെ ഇങ്ങനെ ഫർണിച്ചറുകൾ വെച്ചേക്കുന്നത്. ആർക്ക് വേണമെങ്കിലും എടുത്തോണ്ട് പോകും. അതിൽ ഫ്രീ എന്നൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ഒരു നല്ല സാധനങ്ങളൊക്കെയാണ്. നമ്മളിതെല്ലാം എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവെക്കുമ്പോഴത്തേനും എന്താണ്, നമ്മുടെ സ്ഥലമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക, അല്ലെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക. പ്രത്യേകിച്ചും ഫർണിച്ചറുകൾ വാങ്ങുമ്പോഴേക്കും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളിട്ട് നമ്മുടെ സ്പേസ് കളയരുത്. സ്പേസിനെ റെസ്പെക്ട് ചെയ്യുക. അതും മിനിമലിസത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ്. അപ്പോഴേക്കും ഏറ്റവും കുറഞ്ഞ സാധനങ്ങൾ മുറികളിൽ വെക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ചെയർ നമുക്ക് അനാവശ്യമായിട്ട് അവിടെ ഇരിപ്പുണ്ട്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിലോട്ട് കൊണ്ടുപോയി എല്ലാ സാധനങ്ങളും വെക്കും, അല്ലെങ്കിൽ കുറച്ച് തുണി അതിലോട്ട് കൊണ്ടുപോയിടും. അതിനുപോലെ ആ ചെയർ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് ഇത് ഹാങ് ചെയ്യും. അപ്പൊ എടുക്കുന്ന സാധനം എന്താണെങ്കിലും അത് അതിന്റെ സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കുക. അപ്പം വൈഫ് എന്നോട് പറയാറുണ്ടായിരുന്നു, എന്തെങ്കിലും അടുക്കളയിൽ നിന്നൊക്കെ സാധനങ്ങൾ എടുത്തു കഴിയുമ്പോഴത്തേനും ഈ പൊടിയൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേനും അത് മിക്കവാറും ആ സ്റ്റവിന്റെ ഭാഗത്തോ സിങ്കിന്റെ ഭാഗത്തോ ഒക്കെ ഇങ്ങനെ വെക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഈ കുറെ സമയങ്ങളായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസും കുറെ വായനകളൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം തന്നെ പ്രാക്ടീസ് ചെയ്തൊരു കാര്യം അതാണ്, എടുക്കുന്ന സാധനം കൃത്യമായിട്ട് എടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കുക. ആ ഒരു നല്ല പ്രാക്ടീസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിലും വളരെയധികം വളരാൻ സാധിക്കും. പ്രത്യേകിച്ചും നമ്മുടെ ഓഫീസ് അല്ലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓർഡർ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും കുട്ടികളെയൊക്കെ പരിശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, അവരുടെ ബെഡ് ഒന്ന് മേക്ക് ചെയ്യാൻ അവരെ തന്നെ പരിശീലിപ്പിക്കുക. രാവിലെ തന്നെ അത് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു കോൺഫിഡൻസ് ആണ് കിട്ടുന്നത്. അടുത്ത ഒരു പ്രധാന സംഗതിയാണ് നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്ന് പറയുന്നത്. ഹെൽത്ത് ആൻഡ് വെൽനെസ് നോക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ ബോഡി ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് പൈസയും സമയവും ഒക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പക്ഷെ പലരും ജിം മെമ്പർഷിപ്പ് എടുത്തിട്ട് ജിമ്മിൽ പോകാറില്ല. കുറച്ച് ദിവസമൊക്കെ പോകും, അത് കഴിഞ്ഞിട്ട് പരിപാടി നിർത്തും. പക്ഷെ ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ ചാർജ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും.
പിന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് വാങ്ങുന്നത്. ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് നമ്മൾ എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ചില ക്രീംസ് ഒക്കെ വാങ്ങിയ ശേഷം അതിന്റെ മണം ഇഷ്ടപ്പെടുന്നില്ല, നമ്മളത് യൂസ് ചെയ്യത്തില്ല. വലിയ കുപ്പിയൊക്കെ ആയിരിക്കും വാങ്ങി വെച്ചിരിക്കുന്നത്. അത് കുറച്ച് കഴിയുമ്പോഴത്തേനും അത് നമുക്ക് എടുത്ത് കളയാനേ പറ്റുള്ളൂ. ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് പ്രൊഡക്ട്സും അതുപോലെ തന്നെയാണ്. നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി കഴിയുമ്പോഴേക്കും ക്വാണ്ടിറ്റി പ്രത്യേകിച്ചും നമ്മൾ ഓർക്കും ഇത് കുറേ കാലത്തേന് യൂസ് ചെയ്യാമല്ലോ, പക്ഷെ അത് എക്സ്പയർ ആയി പോകും. എക്സ്പയർ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബൾക്ക് പർച്ചേസ് കോസ്കോയിൽ നിന്നൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്കത് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ചെയ്യുക. പ്രത്യേകിച്ചും മീറ്റ് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി കഴിയുമ്പോഴേക്കും നല്ലൊരു ചില്ലർ ഉണ്ടെങ്കിൽ, നമ്മുടെ ഫ്രീസർ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാം. അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സേവ് ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളത് തന്നെ എക്സ്പയറി കഴിയുമ്പോഴത്തേനെടുത്ത് ഗാർബേജ് ബിന്നിലിടും. അപ്പം നമ്മുടെ ഒരു ഗാർബേജ് ഓഡിറ്റ് ഇടയ്ക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരു CBSEയുടെ ഒരു റിപ്പോർട്ട് ഞാൻ കേട്ടതാണത്. എന്തേലും ഫുഡ് വേസ്റ്റ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ നന്നായിട്ട് റീസൈക്ലിങ് ചെയ്യുക. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ താമസിച്ച് കഴിയുമ്പോഴേക്കും അവിടെ ബ്ലൂ ബിൻ ഉണ്ടാവും, ഗ്രീൻ ബിൻ ഉണ്ടാവും, ഗ്രേ ബിൻ ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പ്രൊഡക്ട്സ് ഇടുക. അതിൻ്റെ അകത്ത് റീസൈക്ലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ ഇടുക. അല്ലാത്തത് നമ്മൾ ഗാർബേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ബ്ലാക്ക് ബാഗിൽ വെച്ച് കെട്ടി കളയുക. പിന്നെ ഫുഡ് വേസ്റ്റ് വരുന്നത് നമുക്ക് ഗ്രീൻ ബിന്നിലാണ്. ഇത് ഞാൻ കാനഡയിലെ കാര്യമാണ്. ചില കൺട്രിയിലേക്ക് കോഡ്സ് വ്യത്യാസമുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പൊ അതൊക്കെ ഒരു മിനിമലിസത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഇങ്ങനെയുള്ള ഓഡിറ്റ്സ് നടത്തുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എത്രമാത്രം എഫക്റ്റീവ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് ടൈം സ്പെൻഡിങ് ആണ്. ടൈം എങ്ങനെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളുടെ സ്ക്രീൻ ടൈം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ ആയിരിക്കും വരുന്നത്. അത് എത്രമാത്രം പ്രൊഡക്റ്റീവായിട്ടാണ് നമ്മൾ യൂസ് ചെയ്തെന്ന് നോക്കുക. ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ എന്റർടൈൻമെന്റ് ആണ്. നമ്മൾ എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് തന്നെ തലയ്ക്കൊരു പെരുപ്പായി മാറും ചില സമയങ്ങളിൽ ഇത് കണ്ടു കഴിയുമ്പോഴത്തേനും. അപ്പോൾ നമ്മുടെ ബോഡിയോ നമ്മുടെ ബ്രെയിനോ ഒന്നും റിജുവനേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു തെളിവെന്ന് പറയുന്നത്. അതേസമയം നമ്മൾ പുറത്തൊന്ന് പോയി ഒന്ന് ഓടാനോ ചാടാനോ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കാനൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എനർജി കിട്ടും. അപ്പം അങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ എന്റർടൈൻമെന്റ് ടൈമിനെ യൂസ് ചെയ്യുക. പിന്നെ ആവശ്യമില്ലാതെ കുറെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ. ചിലപ്പം ഹെയ്റ്റ് കമന്റ്സ് ആയിരിക്കാം വരുന്നത്, നമ്മൾ അതിന് റിപ്ലൈ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ ഹെയ്റ്റ് കമന്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ ബ്ലോക്ക് ചെയ്തേക്കൊണ്ട് ഒരു പ്രശ്നമില്ല. അപ്പൊ നമുക്ക് അത്രയും സമയം സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നല്ലൊരു പ്രൊഡക്റ്റീവ് ലൈഫ് നമുക്കുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ചില ടോപ്പിക്സ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ എൻജോയ് ചെയ്യുന്ന ചില കാര്യങ്ങളാണൊക്കെ ഇത്. ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലും കുറച്ച് പേരൊക്കെ ഇതൊക്കെ ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുക. നമ്മുടെ സാധാരണ കാറ്റഗറി ബ്ലോഗ്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ച ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.